വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ഫാമിലിന്റെ ഏറ്റവും അടിത്തറയാണ് സെക്സ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് എന്താ പറയാ ഫാമിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവസാനം ഡൈവേഴ്സിലേക്ക് പോലും എത്തിപ്പെടുന്നത് അതിന്റെ റീസൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാം, എങ്ങനെയാണ്, എന്താണ് സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്, അതെപ്പോഴാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, അതിന്റെ എൻഡിങ് ക്ലൈമാക്സ് എന്താണ് എന്നുള്ള വിഷയങ്ങളാണ് ഞാനിന്ന് ഒരു ഡിസ്കഷനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അജയൻ വർഗീസ് സാറാണ്. ISR കുന്നമംഗലത്തുള്ള ISRM-ലെ ചീഫ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സാറോട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഡൈവോഴ്സിലേക്ക് എത്തിപ്പെടുന്നതിന്റെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബേസിക് അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിത്തറല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൽ കോണ്ടാക്റ്റുകൾ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല, പല പ്രശ്നങ്ങളും ഇതിന്റെ സംബന്ധിച്ചുണ്ടാവാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതില് എങ്ങനെയാണ്? അല്ല, അതില് ലൈംഗിക ജീവിതം എന്ന് പറയുന്നതില് സാധാരണ ഇതിൽ അറിവില്ലായ്മ മാത്രമല്ല, അതേസമയത്ത് തെറ്റായ ധാരണകൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് ലൈംഗിക ജീവിതം. അതേസമയത്ത് ഇപ്പൊ ആടാവട്ടെ, പശു ആവട്ടെ, കോഴിയാവട്ടെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്റ്റഡി ക്ലാസ് ഒന്നും ലഭിച്ചിട്ടല്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമില്ല. നോർമലായിട്ട് ലൈംഗിക ബന്ധത്തിൽ അവർക്കെല്ലാം ഏർപ്പെടാൻ കഴിയുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പല കാര്യങ്ങളിലും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ കുറച്ച് സ്റ്റഡി ക്ലാസ് ആവശ്യമുണ്ട്. സാധാരണ ഇതിൽ ഒരു കോഴിക്കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നടക്കാൻ തുടങ്ങും. പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഓടാൻ തുടങ്ങും. അതേസമയത്ത് മനുഷ്യന്റെ കാര്യത്തിൽ അത് ഒരു ഉടനെ തന്നെ ഓടുന്നില്ല, നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, സമയമെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗികതയുടെ കാര്യത്തിലും മനുഷ്യന്റെ ലൈംഗികത ജന്തുക്കളുമായിട്ട് അങ്ങനെ അങ്ങ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ്, അങ്ങനെയല്ല. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇന്നേറ്റ് ആയിട്ടില്ല, അത് നമ്മുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ വഴിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. ഈ ഇന്റർനെറ്റും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകളും ഒക്കെ വരുന്നതിന് മുമ്പും തലമുറകൾ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിൽ അവർ ആസ്വാദനത്തോടുകൂടി ആസ്വദിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഇപ്പോഴത്തെ തലമുറയിൽ ഈ ഡൈവേഴ്സ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്വരച്ചേർച്ചയില്ലായ്മ കൂടുതൽ വരുന്നത്? ഇതിന്റെ ഒരു കാരണം എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്ന ഒരു ഘടകം. അപ്പൊ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ലൈംഗികത എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്, ഇണയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. അവരുടെ കാര്യം നടക്കുന്നുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇതാ പിടിച്ചു, യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തി അവരുടെ ശുക്ല വിസർജനം ഉണ്ടായി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയും അവിടെ ലഭിച്ചു കഴിയുന്നു. സ്ത്രീക്ക് എന്ത് ലഭിച്ചു ആ കാര്യം അവർ ചിന്തിക്കുന്നില്ല. അവിടെ സ്ത്രീയുടെ കാര്യം കണക്കിലെടുക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന് ആയിട്ടുള്ള ലൈംഗിക ബന്ധത്തില് പുരുഷനോട് എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള രംഗത്ത് എന്താണെന്ന് ഈ പുരുഷന് ലൈംഗികമായിട്ടുള്ള വിമുഖത അനുഭവപ്പെടും. ഒരു ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം ഇല്ലാണ്ടാവും. അതുപോലെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ഇണ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നമ്മളൊരു ഈ ഒരു സെക്സിനെ നമ്മളൊരു 3 പാർട്ടാക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തതാണ് ഫോർപ്ലേ, രണ്ടാമത്താണ് ഒരു പെനിട്രേഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്താണ് ഓർഗാസം അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ആ ഫോർപ്ലേനെ കുറിച്ച് നമുക്ക് അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു, ഈ 3ആയിട്ട് ഇങ്ങനെ തിരിക്കാന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഫോർപ്ലേക്ക് മുമ്പ് വേറൊരു സംഗതി ഉണ്ട്, ഇന്റിമസി എന്ന് പറയുന്നത്. ഈ ഇന്റിമസി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്നും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷികൾക്ക് ഫോർപ്ലേ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ എന്നാന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇണകൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും കാര്യത്തിന്, നിസ്സാര കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു ഫോർപ്ലേ ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഫോർപ്ലേ കൊണ്ട് ലഭിക്കുന്ന ഗുണം വളരെയധികം വേണ്ടത്ര രീതിയിൽ ലഭിക്കുകയില്ല. ഈ പറഞ്ഞതിൽ ഇന്റിമസി ഉള്ള ഒരു ദമ്പതികളിൽ ഫോർപ്ലേ ആണ് ആദ്യത്തെ ഘടകം. അപ്പൊ ഫോർപ്ലേ എങ്ങനെയാണ്, ഫോർപ്ലേയുടെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിൽ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനീഷ്യലി ഇപ്പൊ അങ്ങനത്തെ ഇന്റിമസി ഉള്ള ആളുകൾ തമ്മിലാണ് എന്തായാലും ഈ ബന്ധത്തിലേക്ക് കടക്കുന്നത്. അതില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫോർപ്ലേ എന്ന് പറയുന്നത്. ആളുകൾക്ക് ശരിക്കും
പലപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയില്ല, എന്തിനാണ് ഫോർ പ്ലേ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടതെന്ന് അറിയില്ല, ഇതെങ്ങനെ കൊണ്ടുപോകണം. അത് ഇപ്പൊ പുരുഷന്മാർക്ക് എന്തൊക്കെ ചെയ്താലും അവർക്കൊരു തൃപ്തി അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്. ഇത്തരം സാധനങ്ങളൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർക്ക്, ആളുകൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പം ശരിക്കും ഒരു ഫോർ പ്ലേ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഏറ്റവും കൂടുതൽ തൃപ്തികരാകുന്ന സമയം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും എപ്പോഴാണ് ഒരു ഫോർ പ്ലേ തുടങ്ങേണ്ടത്? അവിടെ നമുക്ക് സെൻസേഡ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചില രീതികളുണ്ട്. അതായത് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ സെൻസേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാവരുടെയും ധാരണ സാധാരണ ഇതിൽ ലിംഗവും യോനിയും അല്ലെങ്കിൽ സ്ഥലങ്ങള് ആ ഭാഗങ്ങൾ മാത്രമാണ് ഫോർ പ്ലേയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ്. തെറ്റാണത്. സാധാരണ ഇതിൽ ശാരീരികമായിട്ടുള്ള ടച്ചിങ്, അതായത് സ്കിന്നാണ് ഏറ്റവും വലിയ സെക്ഷൽ അറൗസൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഇത്. അതുപോലെ തന്നെ പെരുവിരല്, ഞാൻ പലരോടും പറയാറുള്ള ഒരു കാര്യമാണ്, പെരുവിരല് ഈ ലൈംഗിക കേന്ദ്രങ്ങളുടെ തൊട്ടടുത്താണ് ബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പോലും ലൈംഗികമായിട്ടുള്ള അറൗസൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് സ്കിന്നില് എങ്ങനെ ടച്ച് ചെയ്യണം, അത് ഏത് രീതിയിൽ ടച്ച് ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മുടെ കൈ പരസ്പരം ഷെയ്ക്കാണ്ട് കൊടുക്കുന്ന പോലെ ആ രീതിയിൽ കൈ പരസ്പരം ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു അറൗസൽ അതിനകത്തുണ്ടാവും. അതിനുശേഷം എന്നാ, ഇതിന് മുമ്പ് ഏർപ്പെടേണ്ട കാര്യം എന്നാണെന്ന് നല്ല രീതിയിലുള്ള ഒരു സംസാരം ഇവർ തമ്മിൽ ഉണ്ടാവണം. അല്ലാണ്ട് ഇതൊരു മിഷൻ അല്ലല്ലോ സ്വിച്ചിട്ട ഓൺ ആവുന്ന രീതിയിൽ. അപ്പൊ നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാവണം. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും പുകഴ്ത്തല്, പുരുഷനും അതെ, അവരെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പൊ ആ ദിവസം ഏതെങ്കിലും രൂപത്തിലുള്ള അവരുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർ പ്ലേക്ക് അത്ര ഇഫക്റ്റ് ചെയ്യില്ല. കുറ്റങ്ങളുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ഗുണങ്ങൾ കൂടുതലായിട്ട് പ്രശംസിച്ചുകൊണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. അത് ലൈംഗികതയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആ ദിവസം അങ്ങനെ ഒന്ന് പെരുമാറുകയാണെങ്കിൽ അതിനകത്ത് നല്ല ഗുണം കിട്ടും. പിന്നെ ഇനി അതിനുശേഷം ഈ പറഞ്ഞ വെർബൽ ഫോർ പ്ലേ എന്ന് നമുക്ക് അതിനെ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫിസിക്കൽ ടച്ചിലേക്ക് വരുന്നത്. ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നോൺ സെക്ഷൽ ഏരിയസിൽ ടച്ച് ചെയ്യുക. അതായത് നമ്മുടെ കൈയും തമ്മിൽ ടച്ച് ചെയ്യുക. അതുപോലെ മറ്റേ ഏരിയയില്, കഴുത്തില്, പുറം ഭാഗം, പുറത്തിന്റെ ഈ ഭാഗത്ത് അവിടെയൊക്കെ വളരെ മൃദുവായി ടച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ അറൗസൽ ഉണ്ടാവും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെയിം ആണോ അല്ലെങ്കിൽ അല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ടച്ചിങ് ഗുണം ചെയ്യാറുണ്ട്. എന്നിരുന്നാലും സ്ത്രീക്കാണ് ഇത് കൂടുതലായിട്ട് ഈ അറൗസൽ ഉണ്ടായി കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ പുക്കിൾ കൊടിക്ക് ചുറ്റും ചുമ്മാ ഒന്ന് കൈ തലോടി നോക്കുക, അവർക്ക് നല്ല അറൗസൽ ഉണ്ടാവും. അതൊരു ജെനിറ്റൽ ഏരിയ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പുക്കിൾ കൊടിക്ക് ചുറ്റും കൈ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ലോണം അറൗസൽ ഉണ്ടാകുന്നത് കാണാം. പിന്നെ അവരുടെ പൃഷ്ഠങ്ങള്, സ്ഥലങ്ങൾ അതിലേക്കൊന്നും പോകാതെ തന്നെ ഈ അറൗസൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് അത് ഈ ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പോ സ്ത്രീകൾ അറൗസൽ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ പോലെ വജൈന, യോനി ഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ബ്രസ്റ്റിലുമാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അപ്പൊ സ്ത്രീക്ക് കുറച്ചും കൂടെ ഇപ്പൊ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ സെക്സുവൽ അറൗസൽ ഉണ്ടാക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെ ആയിരിക്കും? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കിന്നിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഇതാണ്. കഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് ചുംബനം നൽകുകയാണെങ്കിൽ, ലാറ്ററലായിട്ടുള്ള അതായത് സൈഡിലേക്ക് ചുംബനം നൽകുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുക്കിളിന്റെ ആ ഭാഗത്ത് ചുംബനം നൽകുകയാണെങ്കിൽ, ഈ അവരുടെ പെരുവിരല്, കാലിന്റെ പെരുവിരൽ സ്റ്റിമുലേറ്റ് ചെയ്യാതെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് ഉത്തേജനം ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് ഈ ചുണ്ടുകളിൽ നമ്മൾ കിസ് ചെയ്യുക, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിലും സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഇത് കൂടാതെ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള പാർട്ടിലേക്ക്, അതായത് അവയവങ്ങളിലേക്ക് വരുമ്പോൾ പുരുഷന്റെ ഏതായാലും ഒരു സംശയമില്ല, ലിംഗം തന്നെയാണ് അതിനകത്തുള്ളത്. സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്ലൈറ്റോറിസ് ഉണ്ട്, യോനിയുണ്ട്, പൃഷ്ഠഭാഗങ്ങളുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, പുരുഷന്റെയും സ്തനങ്ങള് നല്ല സ്റ്റിമുലേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില സ്ത്രീകള് പുരുഷന്റെ സ്തനങ്ങള് സക്ക് ചെയ്യുന്നതായി കാണാം. അങ്ങനെ സക്ക് ചെയ്യുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിംഗം പെട്ടെന്ന് ഉയർന്നു വരുന്നതായിട്ടും ഉണർവുണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റും. അതേസമയം പുരുഷന്റെ സ്ഥലങ്ങൾ റൂഡിമെന്ററി ആണെന്ന് കരുതി അത് അതിനൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല വേണ്ടത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അതരങ്ങളിൽ, അതായത് ചുണ്ടുകളിൽ കിസ് ചെയ്യുക, അതുപോലെ തന്നെ കക്ഷത്തിന്റെ ഭാഗങ്ങളിൽ, ഇനി അതുകൂടാതെ തന്നെ സ്ഥലങ്ങളിൽ ഈ ക്ലൈറ്റോറിസില്,
യോനിയില് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തേജനം കൂടുതലായിട്ട് വരുന്ന കാണാം. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അതായത് 1 by 1 ആയിട്ട് പോകുമ്പോൾ നമ്മൾ നോൺ സെക്ഷൽ ഒരു പുരുഷൻ സ്ത്രീക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിലാദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സെക്ഷൽ ഏരിയയിൽ ടച്ച് ചെയ്യുക. അതായത് കൈകളിലും ഇതില് വളരെ മൃദുവായിട്ട് തലോടി കൊടുത്തുകൊണ്ടിരിക്കുക. ആ തലോടൽ കഴിയുമ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിന്റെ ഈ ഭാഗത്ത് ചുംബനം കൊടുക്കുക. അതുപോലെ ലിപ്പില് അതായത് ചുണ്ടുകളില് ചുംബനം കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുക്കിൾക്കൊടി നല്ലവണ്ണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പുക്കിൾക്കൊടി നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തേജനം ഉണ്ടാവും. ഇതിനുശേഷം സ്ഥലങ്ങൾ സക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയോ ചെയ്യാം. ചില പുരുഷന്മാർ ഒരു ആക്രാന്തം കാണിക്കാറുണ്ട്. അതായത് ഈ സ്ഥലങ്ങൾ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി വട്ടയിട്ട് പിടിച്ച് അതിനെ ഞെക്കി അമർത്തി ഏതാണ്ട് ഒരു ഈ പീച്ചി കൊല്ലുക എന്ന് പറയുന്നത്, എന്താ അതിനെ വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കല്ല. അത് വേദനാജനകമാക്കുകയാണെങ്കിൽ ഉള്ള ഈ ഫോർപ്ലേ ചെയ്തതെല്ലാം മൊത്തം കൊളായി. അപ്പൊ ആ രീതിയിലല്ലാതെ തന്നെ അതിന്റെ ശക്തിയായി അമർത്തണ്ടെന്നല്ല ഞാൻ പറയണത്. ശക്തിയായി അമർത്തേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് ചെയ്യാൻ പറ്റും. അതല്ല തുടക്കം തന്നെ ശക്തിയായി അമർത്തിയാൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുകയല്ല, അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ക്ലൈറ്റോറിസിലേക്ക് വരാം. ക്ലൈറ്റോറിസിലേക്ക് വരുമ്പോൾ ഒരു 60% പുരുഷന്മാർക്കും ക്ലൈറ്റോറിസ് എന്താണെന്ന് അറിയില്ല. ചില സ്ത്രീകൾക്കും അവരുടെ ക്ലൈറ്റോറിസ് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട്. ക്ലൈറ്റോറിസ് ആണ് ഈ സ്ത്രീയുടെ ഏറ്റവും കൂടുതൽ ഈ നേർവുകളുടെ സാന്ദ്രത കൂടുതലുള്ള സ്ഥലം. അവിടെ എന്താണ് ലൈംഗികമായിട്ടുള്ള സെൻട്രലിലേക്ക് അവിടുന്ന് നേർവുകൾ കണ്ടമാനം പോകുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ തന്നെ ചില സ്ത്രീകൾ തുള്ളിക്കളിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഈ രതിമൂർച്ച ലഭിക്കുന്നില്ല, താല്പര്യമില്ല എന്നുള്ള സ്ത്രീകളൊക്കെ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ഞങ്ങൾ ആ ക്ലൈറ്റോറിസ് പരിശോധിക്കാറുണ്ട്, ക്ലൈറ്റോറിസ് സ്റ്റിമുലേഷൻ കൊടുക്കാറുണ്ട്. ചില സ്ത്രീകൾക്ക് അത് എത്ര സ്റ്റിമുലേറ്റ് ചെയ്താലും എത്ര ഫ്രീക്വൻസിയിൽ ഞങ്ങൾക്ക് അതിനായി ബയോതെസ്മിയോമെട്രി എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്, അത് സ്റ്റിമുലേറ്റ് ചെയ്താൽ അവർക്ക് ഒന്നും അനുഭവപ്പെടാത്ത അവസ്ഥ വരാറുണ്ട്. അത്തരം സ്ത്രീകൾക്ക് ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, ഇല്ലെങ്കിൽ ക്ലൈറ്റോറിസിൽ പ്രോബ്ലം ഉണ്ടാവും. ഞാൻ സാധാരണ അസുഖത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ക്ലൈറ്റോറിസ് ഇങ്ങനെ ഒരു ഭാഗമാണെങ്കിൽ ഈ ഭാഗത്ത് നോർമലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ അതിനകത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാം. നമ്മൾ ഈ കാണുന്നത് ക്ലൈറ്റോറിസിന്റെ പുറം ഭാഗം മാത്രമാണ്. അതിനുള്ളിലേക്ക് ഒരു വലിയ അവയവമുണ്ട്, അതിന്റെ ഏറ്റവും അങ്ങേയറ്റം വന്നിട്ട് ജി പോയിന്റുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്. ക്ലൈറ്റോറിസിന്റെ ചിത്രം കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പൊട്ട് പോലെ തോന്നുള്ളൂ. ആ പൊട്ട് പോലെ ഉള്ളിടത്ത് കൈവിരലുകൊണ്ട് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ചരട് പോലുള്ള ഒരു ഭാഗം പിടിക്കാൻ കഴിയും. അത് പിടിച്ചു കഴിഞ്ഞിട്ട് മേലോട്ടും താഴോട്ടും ആക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്ത്രീക്കെല്ലാം തന്നെ അന്നേരം തന്നെ സ്ഖലനം പോലും ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ക്ലൈറ്റോറിസിനെ ശരിയായി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ്. അതിനൊരു ആ കല ശരിക്കും പറഞ്ഞ ഒരു സെക്സോളജിസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ചില വീഡിയോകളിലും മറ്റും അതുണ്ട്. അങ്ങനെ അത് ശരിയായി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലേക്ക് വരികയും അവരുടെ യോനി നല്ലവണ്ണം തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലൂയിഡ് നല്ലവണ്ണം ഉണ്ടാകുമ്പോഴാണ് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ ആദ്യം ശരീരഭാഗങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി അതുകൂടാതെ തന്നെ ഇതിലെ ചുണ്ടുകളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്ഥലങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സ്ഥലങ്ങളിൽ നിപ്പിളാണ് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ഭാഗം. ഏത് ഭാഗം? കക്ഷങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അതിനുശേഷം ക്ലൈറ്റോറിസിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലൈറ്റോറിസിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തണമെന്നുള്ള ആഗ്രഹം ഉടലെടുക്കുകയും അവരതിനു വേണ്ടിയിട്ടുള്ള ആലിംഗനത്തിലേക്ക് അവരെ വരികയും പുരുഷന്റെ ലിംഗത്തിലേക്ക് അവരറിയാതെ തന്നെ കൈ കൊണ്ടുപോയി ഉള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുകൂടാതെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ യോനിക്കും മലദ്വാരത്തിനും ഇടയ്ക്കുള്ള ഭാഗം ഒരു റിഡ്ജുണ്ട്. അതിൽ മലദ്വാരം വരെ ഫോർപ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അവിടെയൊക്കെ ടച്ച് ചെയ്താലും നല്ലവണ്ണം സ്റ്റിമുലേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ യോനിക്കുള്ളിലേക്ക് കടത്തുമ്പോൾ അവർക്ക് ശരിക്കുള്ള രതിമൂർച്ച ലഭിക്കുകയും ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഓർഗാസം ലഭിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇതില് ഈ ഫോർപ്ലേയിൽ തന്നെ വരുന്നല്ലേ ഈ ഓറൽ സെക്സും? ഓറൽ സെക്സ് ഫോർപ്ലേയിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാല് അല്ലാന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഓറൽ സെക്സ് കൊണ്ട് തന്നെ രതിമൂർച്ചയിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഫോർപ്ലേ ഒരു ഭാഗമാണോ ഇത് ഓറൽ സെക്സ് എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവർക്ക് രതിമൂർച്ച കഴിയും, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ലാതെയും വരാറുണ്ട്. അപ്പൊ ഫോർപ്ലേയിൽ ഓറൽ സെക്സിൽ സാധാരണ രീതിയിൽ പുരുഷൻ സ്ത്രീയുടെ ക്ലൈറ്റോറിസ് സക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബ്രസ്റ്റ് സക്ക് ചെയ്യുക, ഇനി അതുകൂടാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വജേനയും സക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് ആ ലെവലിലേക്ക് വരുമ്പോൾ ചിലർക്ക് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള രതിമൂർച്ച ഉണ്ടാകാറുണ്ട്. അതിനുശേഷം ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കഴിയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓറൽ സെക്സിന് നമുക്ക് ഫോർപ്ലേയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോ ഇതിൽ ഫോർപ്ലേക്ക് എത്ര സമയം വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അത്രയും ഫോർപ്ലേന്റെ സമയം കൂടുന്നതിനനുസരിച്ച് അവർക്ക് സെക്ഷൽ അറോസൽ കൂടുന്നോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഈ അത് ഓരോ ദമ്പതികളെ ആശ്രയിച്ചിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പല രീതിയിലുള്ള ഇപ്പൊ ഈ ചോദിച്ച തന്നെ പിക്കപ്പ് എപ്പോൾ ലഭിക്കും എന്നുള്ള ഇതുപോലെയാണ്. അത് ഓരോ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണല്ലോ പിക്കപ്പ് ഉണ്ടാകുക. ചില സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫോർപ്ലേ ഒരു 2-3 മിനിറ്റ് മതി. ചിലർക്ക് ഒരു അരമണിക്കൂർ ഇടപെട്ടാലും ശരി. നമ്മുടെ ലൈലാൻഡ് എഡ്ജിന്റെ കാര്യം പറഞ്ഞോണ്ടാ അതിങ്ങനെ അങ്ങോട്ട് നീങ്ങി പോവുള്ളൂ. അപ്പൊ ചില സ്ത്രീകൾക്കത് വളരെയധികം കൂടുതൽ സമയം വേണം. അത് ഭർത്താവ് അറിഞ്ഞ് പെരുമാറേണ്ട ഒരു കാര്യമാണ് ഓരോ സ്റ്റെപ്പിൽ. എന്നിട്ട് ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പെനിട്രേറ്റീവ് സെക്സ് കൊണ്ട് ഗുണം കിട്ടുള്ളൂ, യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തുന്നതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൃതി കൂടുതലായിരിക്കും. ഈ ഫോർപ്ലേക്ക് അരമണിക്കൂർ ഫോർപ്ലേ വേണ്ട സ്ത്രീകളുടെ അടുക്കലൊന്നും കാത്തിരിക്കാനോ അത്ര ഒന്നും ക്ഷമിക്കാനോ കഴിയില്ല. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പുറം തന്നെ ഇജാക്കുലേഷൻ സംഭവിച്ചു പോകും. ഫോർപ്ലേ ചെയ്യുമ്പോൾ തന്നെ ഇജാക്കുലേഷൻ സംഭവിച്ചു പോകും. പിന്നെ അവർക്ക് റീഫ്രാക്ടറി പീരീഡ്, അടുത്ത ബന്ധത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറോ ചിലപ്പോൾ 2 മണിക്കൂറോ ചിലപ്പോൾ പിറ്റേ ദിവസം വരെ ആവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ലോങ് റീഫ്രാക്ടറി പീരീഡ് ഉള്ള പുരുഷന്മാര് അരമണിക്കൂറും മറ്റും ഫോർപ്ലേ വേണ്ട സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സാധാരണ ഇത് സംഭവിക്കുന്ന പ്രശ്നത്തിന്റെ രണ്ടാമത് ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റി അഥവാ കഴിവ് അവർക്കില്ലാതെ പോകുന്നുണ്ട്. അത് ദാമ്പത്യ കലഹത്തിലേക്ക് പോകും. അങ്ങനെയാണ് അതിനകത്ത് ഇഷ്യൂ വരുന്നത്. അപ്പൊ ഫോർപ്ലേ അരമണിക്കൂർ വേണമെന്നുള്ള സ്ത്രീ ആണെങ്കിൽ പുരുഷൻ കുറച്ച് ക്ഷമയോടുകൂടി പെരുമാറേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ അതിൽ ഏത് രീതിയിലാണ് ഫോർപ്ലേ വേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ക്ലൈറ്റോറിസ് ആയിരിക്കും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനിക്കുള്ളിലേക്ക് 2 വിരലുകൾ കടത്തിയിട്ടോ അല്ലെങ്കിൽ 1 വിരലുകളോ കടത്തിയിട്ട് മുമ്പോട്ടും താഴോട്ടും ആക്കി കൊടുക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ അവർക്ക് ഉത്തേജനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ സ്ത്രീകൾക്ക് ഏറ്റവും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് ഏതാണെന്നുള്ള നമ്മൾ എങ്ങനെ കണ്ടെത്തുക? അത് തീർച്ചയായിട്ടും ക്ലൈറ്റോറിസ് ആണ്, അതിൽ സംശയമില്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ആയിരിക്കും അതിനകത്ത് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. വളരെ അപൂർവം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിലെ എൻ്റെ പ്രാക്ടീസിലും എൻ്റെ അനുഭവത്തിലും അതായത് ഒരു 90% സ്ത്രീകൾക്ക് അത് ക്ലൈറ്റോറിസ് തന്നെയാണ്. അതിനുശേഷമാണ് ബ്രസ്റ്റും വജേനയും ഒക്കെ വരുന്നത്. ചില സ്ത്രീകൾക്ക് ക്ലൈറ്റോറിസിനേക്കാളും കൂടുതൽ ഉത്തേജനം വജേന സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ അത് ക്ലൈറ്റോറിസ് ആണെന്നുള്ളതിൽ ഒരു സംശയവും. ഓക്കെ, ഇപ്പോ നമ്മളിപ്പം ഈ ഫോർപ്ലാന്റെ സമയത്ത് ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും പല ഫാന്റസീസ് ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ ചിലപ്പം അവര് ഡ്രസ്സുകള്, പിന്നെ ലൈക്ക് ഇപ്പോ സ്ത്രീകൾ അവര് എന്താ പറയാ ഡ്രസ്സുകള്, ഇപ്പൊ പലപ്പോഴും ആളുകൾ ഈ ഫോർപ്ലാന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന വിഷയം തന്നെയാണെന്ന് തോന്നുന്നു. അവരെ ഈ ഫാന്റസീസുകൾ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഫാന്റസികൾ ആയിക്കോളണമെന്നില്ല, ചിലപ്പം ഒരു വൈൽഡ് ആയിക്കോളണമെന്നില്ല. ഇപ്പൊ നോർമൽ ഇപ്പൊ അവര് ധരിക്കുന്ന ഡ്രസ്സുകള്, ഇപ്പം അവര് ഓർണമെന്റ്സ് ധരിക്കുക. ചില ആളുകൾക്ക് ഈ അരഞ്ഞാണമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അരഞ്ഞാണുള്ളത് ഭയങ്കര ഒരു ഭംഗിയാണ്, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് അറോസൽ ഉണ്ടാവുന്നു, പുരുഷൻ അറോസൽ ഉണ്ടാവുന്നു. ഇപ്പൊ കാലില് പാദസരമുള്ള ആൾ കാണുന്നത് ചിലപ്പോൾ അറോസൽ ഉണ്ടാവുന്നു. അതൊക്കെ ശരിക്കും ഒരു എങ്ങനെയാണ് അതിനെ കുറിച്ച്? ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരിലും ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരവസ്ഥ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ കാണണം, അതായത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചുവന്ന അല്ലെങ്കിൽ ഒരു റോസ് കളറുള്ള ഒരു ഷർട്ട് ഇട്ട് ഒരു അധ്യാപകൻ നമുക്ക് 2 അടി തന്നിരിക്കുന്നു. നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ റോസ് കളറിനോടാണ് ദേഷ്യം വരുന്നത്. അധ്യാപകനൊക്കെ മറന്നുപോയി. അപ്പൊ വീണ്ടും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവുമ്പോഴൊക്കെ നമ്മൾ റോസ് കളർ ഇട്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയപ്പാടോ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകാം. ഇതാണ് ഈ ക്ലാസിക് കണ്ടീഷനിങ്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസിക് കണ്ടീഷനിങ്ങില് നമ്മൾ ലൈംഗികത നമ്മളുടെ ചിന്തകളും മറ്റും ഉടലെടുക്കുന്ന സമയത്ത് അരഞ്ഞാണോ
അല്ലെങ്കിൽ ഈ പാദസ്വരോ ഏതെങ്കിലും നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതോടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ലൈംഗികത ഉടലെടുക്കുന്നതിന് 3 വയസ്സ് മുതൽ ലൈംഗികമായിട്ടുള്ള ഫാലിക് സ്റ്റേജിൽ നല്ലവണ്ണം ലൈംഗികത ഉടലെടുക്കുന്നുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണെന്നാണ് ഫ്രോയിഡിന്റെ തിയറി. അത് ഏറെക്കുറെ സത്യമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ലൈംഗികമായിട്ടുള്ള നമ്മളുടെ ആ കളിക്കൂട്ടുകാരികളോ ആരെങ്കിലും ഉള്ള അവരുടെ അരഞ്ഞാണോ അല്ലെങ്കിൽ അവരുടെ പാദസ്വരം ഏതെങ്കിലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അത് ഭാവിയിൽ ആ പെൺകുട്ടിയെ തന്നെ മറന്നു പോയിട്ടുണ്ടാവാം, എന്നാൽ ഈ അരഞ്ഞാണം അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോർപ്ലേയിൽ അരഞ്ഞാണം ഇട്ടുവരണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതേസമയത്ത് ഞാൻ മറ്റൊരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബർമുടയും അല്ലെങ്കിൽ ഒരു ജാക്കറ്റും പോലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു സ്ത്രീ വരികയാണെങ്കിൽ അതുമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പുരുഷന് അവിടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം അല്ല, ഒരു വെറുപ്പാണ് ഉണ്ടാകുക. അതും കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട്. അതേസമയത്ത് ഈ ബർമുഡ ഇതൊക്കെയാണ് അവന്റെ ചെറുപ്പത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ ഗുണം ചെയ്തെന്ന് വരാം. അപ്പൊ ഏതാണോ ഈ അതായത് നോൺ സെക്ഷൽ ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ അതിനോടൊപ്പം നമ്മുടെ ലൈംഗിക മനോരാജ്യത്തിൽ ആ ഫാന്റസിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെ ഫലിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഓരോ വ്യക്തിക്കും ഓരോന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് ചില വ്യക്തികൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ധരിച്ചിരുന്ന ഫോർക്ക് അല്ലെങ്കിൽ അവളുടെ മുടി രണ്ടായി പിന്നിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വളരെ ചെറുപ്പത്തില് അങ്ങനെ, അല്ലെങ്കിൽ അതിൽ വെച്ചിരിക്കുന്ന സ്ലൈഡ് അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ ലൈംഗികമായിട്ട് നല്ലവണ്ണം ഉത്തേജനം ഉണ്ടാക്കാൻ ഭാവിയിൽ ഉപകരിക്കാറുണ്ട്. അത് ആ കൺസെപ്റ്റ് ആ ബ്രെയിനിൽ പതിഞ്ഞിരിക്കുന്ന അത്ര എളുപ്പം മാറിപ്പോകുന്നതല്ല. ഈ ഫോർ പ്ലാന്റെ സമയത്ത് പുരുഷൻ ഏറ്റവും കൂടുതൽ ഉത്തേജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് മൂടിക്കെട്ടി വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള, എന്നിട്ട് ആ വസ്ത്രങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം മാറ്റുന്നതിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ പുരുഷന് ചിലപ്പോൾ ഒരു ആനന്ദം ഉണ്ടായിരിക്കാം. സ്ത്രീ നേക്കഡായിട്ട് വന്നാൽ ചിലപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അർത്ഥനഗ്നതകൾക്കാണ് കൂടുതലും ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കാൻ കഴിയുക. ആ അർത്ഥനഗ്നത ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അതാണല്ലോ നൈറ്റി അല്ലെങ്കിൽ നാറ്റിന്റെ ഗൗണ് ഇങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സുകൾക്ക് ഇത് പ്രാധാന്യം നൽകുന്നത്. ഇത് ഓരോരോ വ്യക്തിയെയും വ്യത്യസ്ത രൂപത്തിലാണ് ആശ്രയിക്കുക. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഭാര്യ അങ്ങനെയുള്ളതായിരിക്കണം ഇങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത്. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, അർത്ഥനഗ്നതയാണ് അവിടെ ഗുണം ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെ കൾച്ചറുണ്ട്. ആ കൾച്ചറിനനുസരിച്ചുള്ള വസ്ത്രധാരണ ആയിരിക്കും അപ്പുറത്തത് ഗുണം ചെയ്യുക. ഞാനതിനകത്ത് പറയുന്നത് നമ്മൾക്ക് മതപരമായിട്ടും സാംസ്കാരികമായിട്ടും ഓരോ റീജിയൻ വഴിക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിലുള്ള ആ വസ്ത്രം അല്ലാതെ വേറൊരു വസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ ലൈംഗികത ഗുണത്തിന് പകരം ദോഷം ഉണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ഥലങ്ങളുടെ ക്ലീവേജ്, അതായത് അല്പം താഴ്ത്തിയിട്ടുള്ളൊരു ഇത് കാണുക, അത് ഒരുമാതിരിപ്പെട്ട പുരുഷന്മാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഷാൾ അല്പം നീക്കി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യത്തില് ആ വസ്ത്രം അവർക്ക് ആ രീതി അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമുണ്ട്, ഈ ബ്രേസറിന്റെ ഹുക്കൊക്കെ അവൻ തന്നെ അഴിക്കുന്നതും അവൻ അതിലൊരു ആനന്ദം കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതൊരു പുരുഷന്റെ ഒരു അവകാശമാണെന്ന് ധരിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ അഴിക്കുകയും ആ രീതിയിൽ അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട്. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. എന്നിരുന്നാലും ഒറ്റവാക്കിലുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം അർത്ഥനഗ്നതയാണ് നല്ലത്. പൂർണ്ണനഗ്നതയല്ല, പൂർണ്ണമായിട്ട് കെട്ടിപ്പൊതിഞ്ഞു വരുന്നതല്ല. ഈ ഫോർ പ്ലാൻ സമയത്ത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് പുരുഷന്മാര് സ്ത്രീകൾക്ക് ഫോർ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുക. ആദ്യം തന്നെ ഓടിച്ചെന്ന് ക്ലൈറ്റോറിസിലേക്ക് ഇത് 2 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തിട്ട് തന്നെ നല്ലവണ്ണം സംസാരിക്കുക, ഏതെങ്കിലും അവരുടെ നല്ല കാര്യങ്ങൾ പറയുക. അതിനുശേഷം ശരീരഭാഗങ്ങളിൽ തലോടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. തലോടുന്നത് എപ്പോഴും ഗുണം ചെയ്യും. തലയിൽ ഇങ്ങനെ തലോടുന്നത് പോലും ഗുണം ചെയ്യാറുണ്ട്. ഇതിന് ശേഷമാണ് ഈ ലൈംഗിക അവയവങ്ങളിലേക്ക് ഇത് പോകേണ്ടത്. ഇനി നമുക്ക് തിരിച്ച് സ്ത്രീ പുരുഷന് ഇതോടൊപ്പം തന്നെ ഇതൊരു വൺ വേ ട്രാഫിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്ത്രീ പുരുഷന് ഏതെല്ലാം രീതിയിൽ ലൈംഗികമായിട്ടുള്ള ഫോർ പ്ലേ ചെയ്തു കൊടുക്കണം എന്നുള്ളത് നോക്കാം. അവിടെയും പുരുഷൻ സ്ത്രീയെ ശാരീരികമായിട്ട് തലോടുമ്പോൾ സ്ത്രീയും പുരുഷനെ
ശാരീരികമായിട്ട് മറ്റ് ലൈംഗികമായിട്ടുള്ള അല്ലാത്ത അവയവങ്ങളിൽ കയ്യിലും കാലിലും സ്ഥലങ്ങളിലും ഉദരങ്ങളിലും ഒക്കെ തലോടുന്നത് നല്ലതാണ്. അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും എന്നാണ് സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഇതിന് ശേഷമാണ് പുരുഷന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്ഥലങ്ങളിൽ സക്ക് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോവുക, ചുംബിക്കുക, ഈ രംഗങ്ങളെല്ലാം ഉണ്ടാവുകയും ഇതിനുശേഷം ലിംഗം നല്ലവണ്ണം പുറകോട്ടും മുമ്പോട്ടും ആക്കുന്ന രീതിയിൽ പുരുഷൻ എങ്ങനെയാണോ സ്വയംഭോഗം ചെയ്യുന്നത് അതേ രീതിയിൽ സ്ത്രീ തന്റെ കൈകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലിംഗം ഉദ്ധരിച്ചു വരുന്നതായിട്ട് കാണാം. നല്ല അത് ഉദാഹരണം കുറവുള്ള വ്യക്തികളിലും അത് ഉദാഹരണം ഇതിലേക്ക് കൊണ്ടുപോകുന്നതായി കാണാം. ഓക്കെ, ഇപ്പോ ഫോർപ്ലാന്റെ സമയത്ത് പുരുഷന്മാർ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫോർപ്ലേയുടെ സമയത്ത് വെർബലായിട്ടാണെങ്കിൽ തന്റെ ഇണ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യാനുള്ള ഒരു സമയമല്ല അതൊരിക്കലും ചെയ്യരുത്. രണ്ടു കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത്. പിന്നെ പുരുഷൻ ചെയ്യരുതാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ആക്രാന്തം കാണിച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത്. പിന്നെ ഉള്ളത് ക്ലൈറ്റോറിസും മറ്റും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോകാവുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വേദനാജനകമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഷോക്ക് അടിക്കുന്ന രീതിയിലേക്കോ പോകാം ഒരു പ്രവണതയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫോർപ്ലേയില്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, യോനിക്കുള്ളിലേക്ക് വിരലുകൾ കടത്തി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നഖം കൂടുതലുണ്ടെങ്കിൽ അവിടെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാകരുത്. പിന്നെ ചില പുരുഷന്മാർക്ക് മലദ്വാരത്തിനുള്ളിലേക്ക് വിരൽ കടത്തുക അങ്ങനെയൊക്കെ ഉള്ള രീതിയുണ്ട്. അത് സ്ത്രീക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ചെയ്യുക, അങ്ങനെ അല്ലാതെ ഇതിലേക്ക് ചെയ്യരുത്. ചില സ്ത്രീകൾ പുരുഷന്മാരെ ഇത് ചെയ്യുമ്പോൾ അവരുടെ വൃഷ്ണങ്ങളിൽ പിടിക്കാറുണ്ട്. അത് മുറുക്കി പിടിക്കാണ് പുരുഷന് വേദന എടുക്കും. അപ്പൊ വൃഷ്ണമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ സാർ നമ്മളിപ്പോ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ഫോർപ്ലാന്റെ സമയത്ത് സ്ത്രീകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റുന്നുണ്ട്. സ്ത്രീകൾ സാധാരണ രീതിയിൽ പുരുഷനെ ഇത് ചെയ്യുമ്പോൾ ചുംബിക്കുക അങ്ങനെ വല്ല ചെയ്യുമ്പോൾ മുറിവേൽക്കുന്ന രീതിയിൽ ചുംബിപ്പിക്കരുത്. അവരുടെ ആവേശം കൂടിയിട്ടായിരിക്കും അവരെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃഷ്ണങ്ങൾ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അവയവമാണ്, ലിംഗം മാത്രമല്ല. ആ വൃഷ്ണങ്ങളിൽ ചില സ്ത്രീകൾ വളരെ മുറുക്കി പിടിക്കുകയാണെങ്കിൽ പ്രാണവേദന എടുക്കും പുരുഷന്. അങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ പുരുഷന്റെ ചില കുറ്റങ്ങൾ ഈ സമയത്ത് പറയാൻ നിൽക്കരുത്. എല്ലാ പുരുഷന്മാർക്കും കുറ്റങ്ങളുണ്ട്. അത് ഈ സമയത്ത് പറയുകയാണെങ്കിൽ ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗം പെട്ടെന്ന് താഴോട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതായത് ഈ അവയവങ്ങൾ, ചില അവയവങ്ങളിൽ ഇപ്പൊ പുരുഷന്റെ ലിംഗത്തിലായാലും ശരി സാധാരണ ഇതിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഉണ്ടാവില്ല. ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ലിംഗത്തിന് വളരെയധികം മർദ്ദം നൽകുന്നതായി കാണാം. അതും വേദനാജനകമാവുകയാണെങ്കിൽ ദോഷം ചെയ്യും. സാർ ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഫോർപ്ലാനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഫോർപ്ലേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെനിട്രേഷൻ ആണ്. നമുക്ക് ഇനി ഏതായാലും അതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്നതായിരിക്കും അതായിരിക്കും നന്നായ. പക്ഷെ ഫോർപ്ലേയെ കുറിച്ച് നമ്മൾ ഏറെക്കുറെ എല്ലാം ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടാകാം, ഏത് രീതിയിൽ എങ്ങനെയുള്ളത്. അത് നമുക്ക് ഇവിടെ കമന്റ് ആയിട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണോ കൂടുതൽ അറിയേണ്ടത്. ആക്ച്വലി അതില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഉത്തേജനം നടക്കുന്ന സ്ഥലങ്ങൾ ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായിരിക്കും. ചില സാർ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ആളുകൾക്ക് കഴുത്തായിരിക്കും, ചില ആളുകൾക്ക് ബ്രസ്റ്റ് ആയിരിക്കും, ചില ആൾക്ക് പൊക്കിൾ കൊടിയായിരിക്കും, ചില ആളുകൾക്ക് കാലിന്റെ പൊക്കിളിന്റെ ചുറ്റുമായിരിക്കും, പിന്നെ കാലിന്റെ അടിഭാഗത്തുള്ള ആളുകൾ ഉണ്ടാവും, പെരുവിരലൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അത്തരം ഓരോരോ സ്ത്രീക്ക് സംബന്ധിച്ച് ഓരോരോ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരുപാട് സംശയങ്ങള് ഇവിടെ ചെയ്താലും വരുമോ, അല്ലെങ്കിൽ ഇവിടെ എന്റെ സ്ത്രീക്ക് ഇവിടെ വരും, എന്റെ ഭാര്യക്ക് ഇത് വരുന്നില്ല, ഇവിടെയാണ് വരുന്നത്, അത് പ്രശ്നമാണോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. അല്ല, ഓരോ സ്ത്രീയും ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവും. ആ ഹിഡൻ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഭർത്താവിന്റെ കഴിവ്. അതുപോലെ തന്നെ ഭാര്യയുടെ ഹിഡൻ ഏരിയ അല്ല, ഭർത്താവിന്റെ ഹിഡൻ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിലാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ സിറ്റുവേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള അതിലാണ് കഴിവ് കിടക്കുന്നത്. എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഫോർപ്ലേ ഇല്ലാത്ത ഒരു ലൈംഗിക ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പിടിച്ചോ ലൈംഗിക പെനിട്രേറ്റീവ് സെക്സ് എന്ന് പറയുന്നത് അതൊരു ഗുണമുള്ള കാര്യമല്ല. മാത്രമല്ല കുടുംബജീവിതത്തിലും അത് നല്ലതല്ല. ഫോർപ്ലേ വഴിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇന്റിമസി ഉണ്ടാവുന്നുണ്ട്, ഫെറോമോൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കെമിസ്ട്രി ബന്ധം സ്ട്രോങ് ആവുന്നുണ്ട്. കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർപ്ലേ ആവശ്യമാണ്. ഇനി നമുക്ക് പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോകാം.